program to find the sum and average of n numbers. അപ്പോൾ n numbers ഇൻപുട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സമ്മും ആവറേജും കണ്ടുപിടിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ 1 to n എന്നുള്ള ഫോമിലാണ് പോയത്. ഇവിടെ പക്ഷേ നമ്മൾ 1 to n അല്ല പറഞ്ഞത്, ഏതെങ്കിലും സെപ്പറേറ്റ് ആയുള്ള n നമ്പേഴ്സ് യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് ആ n നമ്പേഴ്സിന് ആഡ് ചെയ്ത് സം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ആ സം വെച്ചിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് എത്ര നമ്പേഴ്സാണ് ഇൻപുട്ട് ചെയ്യുന്നത് ആദ്യം ഒരു കൗണ്ട് വേണം. അതാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത് n. ഇൻപുട്ട് ഹൗ മെനി നമ്പേഴ്സ്, n നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ n എത്ര വേണമെങ്കിലും ആവാമല്ലോ. അതിനനുസരിച്ചാണ് നമുക്ക് ഇപ്പം 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 നമ്പേഴ്സ് റീഡ് ചെയ്യണം, 5 എന്ന് കൊടുത്താൽ 5 നമ്പേഴ്സ് റീഡ് ചെയ്യണം, ആ ഒരു രീതിയിൽ. സോ ഫസ്റ്റ് ഈ n അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിൽ ഹൗ മെനി നമ്പേഴ്സ് ഇത് കാണിച്ചു. നമ്മൾ റീഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും, അതിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറാക്കി മാറ്റി. ഇനി ബ്രാക്കറ്റ്സ് ഇവിടെ ബ്ലൂ കാണാം, ഇവിടെയും ബ്ലൂ കാണാം. ഞാൻ കൺവേർട്ട് ചെയ്ത വാല്യൂ നമ്മൾ എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? സമ്മും കണ്ടുപിടിക്കണം, ആവറേജും കണ്ടുപിടിക്കണം. സോ സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ ടോട്ടൽ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആക്കി. ഇനി നമ്മൾ ലൂപ്പിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓരോരോ നമ്പറുകൾ റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്തപ്പോൾ 5 എന്നാണെങ്കിൽ 5 നമ്പേഴ്സിനെ റീഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യം റീഡ് ചെയ്യുന്ന നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, നെക്സ്റ്റ് നമ്പർ റീഡ് ചെയ്യുക, വീണ്ടും സമ്മാക്കുക, നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പോകാൻ. അപ്പോൾ അവിടെ നമുക്ക് ഓരോ നമ്പർ നെക്സ്റ്റ് നമ്പർ പ്രോസസ്സ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൗണ്ടർ വാല്യൂ ആണ് ഈ ഐ എന്ന് പറഞ്ഞത്. അപ്പം ഐയുടെ വാല്യൂ നമ്മൾ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഐ എവിടെ വരെ പോകണം? n വരെ പോകണം. അത് 5 നമ്പേഴ്സ് ആണെങ്കിൽ 5 വരെ പോകണം. സോ i = 1 എന്ന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ലൂപ്പ്. സോ വൈൽ i <= n, ഐയുടെ വാല്യൂ ഇനിഷ്യലി എന്താണ്? 1 ആണ്. സോ 1 <= നമ്മൾ കൊടുക്കുന്നത് എന്താണോ n. അപ്പോൾ 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4. അപ്പോൾ ഫസ്റ്റ് നമ്മൾ n റീഡ് ചെയ്യുന്നു, എന്നിട്ട് n-നെ കണ്ടീഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു. റൺ ചെയ്ത് നോക്കാം. ഹൗ മെനി നമ്പേഴ്സ്? നമ്മൾ 4 കൊടുത്തു. എൻ്റെ അത് നമ്പർ 12, 25, 36 ആൻഡ് 48. 4 നമ്പേഴ്സ് എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സം = 121 കിട്ടി, ആവറേജ് = 30.25 കിട്ടി. അപ്പോൾ n = 4 നമ്മൾ കൊടുത്തു എന്ന് കരുതാം. സോ വൈൽ i <= n, ഐയുടെ വാല്യൂ ഇനിഷ്യലി 1 ആണ് നമ്മൾ പറഞ്ഞു. സോ 1 <= 4 കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഓരോ നമ്പേഴ്സ് 4 പ്രാവശ്യം നമ്പർ റീഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കൗണ്ടർ നമ്മൾ ഫസ്റ്റ് 4 കൊടുത്തെങ്കിൽ 4 നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്യണം. സോ അതുകൊണ്ട് ഈ റീഡിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ? ലൂപ്പിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടില്ല. ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് നമുക്ക് n വാല്യൂസ് റീഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു, അതിൽ എൻ്റർ നമ്പർ എന്ന് എഴുതി കാണിച്ചു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അതിനെ ഫ്ലോട്ട് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഫ്ലോട്ട് പോയിൻ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഇൻപുട്ട് ഫംഗ്ഷൻ നമുക്കറിയാം സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റ്സ് ആണ് ഈ കാണുന്നതും ലാസ്റ്റ് വൺ. ഈ കൺവേർട്ട് ചെയ്ത വാല്യൂ എവിടെയുണ്ട്? നമ്മിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മിലെ വാല്യൂ എന്താണ്? നമ്മിലേക്ക് നമ്മൾ ആദ്യം റീഡ് ചെയ്ത 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഉള്ളത്. ദെൻ ടോട്ടൽ = നം. ടോട്ടൽ ഇനിഷ്യലി എന്തുണ്ട്? 0 ആണുള്ളത്. സോ 0 പ്ലസ് നമ്മിൽ എന്താ വാല്യൂ? 2 ആണ്. സോ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഫസ്റ്റ് നമ്പർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് i = i+1. ഐയുടെ വാല്യൂ ഇനിഷ്യലി 1 ആയിരുന്നു. ഫസ്റ്റ് നമ്പർ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്പറിലേക്ക് പോകാൻ വേണ്ടി 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എന്നിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ വയലിൽ കണ്ടീഷനിലെത്തി. വയൽ ഇവിടെ വരെയല്ലേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇവിടെ വരെ ആകുമ്പോഴത്തേക്കും ലൂപ്പ് കഴിഞ്ഞു. അപ്പോൾ ലൂപ്പ് കഴിഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് എത്തി. സോ വയൽ i <= n, ദാറ്റ് ഈസ് 2 <= 4. n-ന് ചേഞ്ച് ഒന്നുമില്ല, ഈ i മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വരെ പോകും? n വരെ പോകും. സോ എഗെയിൻ വീണ്ടും റീഡിങ് ഇൻപുട്ട് എ നമ്പർ. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6 എന്ന് പറഞ്ഞ നമ്പർ അവിടെ ഇൻപുട്ട് ചെയ്തു. സോ നം = അപ്പോൾ 6 ആയി. ദെൻ ടോട്ടൽ + നം. ടോട്ടൽ ഇപ്പോൾ എന്തുണ്ട്? 2 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? 2 പ്ലസ് നമ്മിലെ വാല്യൂ 6 ആയിരുന്നു. സോ 2 + 6 = 8 ആയിട്ട് മാറി. ദെൻ i = i+1. ഇപ്പോൾ കൗണ്ടർ 2 ആയിരുന്നു, നമ്മളതിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. 2 + 1 = 3 ആയിട്ട് മാറി. അഗെയിൻ വീണ്ടും നമ്മൾ ലൂപ്പിൽ പോയി. വൈൽ i <= n, ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 3 ആണ്. സോ 3 <= 4 കണ്ടീഷൻ ഈസ് ട്രൂ. അടുത്ത വീണ്ടും റീഡിങ്. നെക്സ്റ്റ് നമ്പർ ഏതാ റീഡ് ചെയ്യുന്നത്? 8 എന്ന് പറഞ്ഞ നമ്പർ റീഡ് ചെയ്യുന്നു. സോ നമ്മിലേക്ക് നമ്മൾ 8 കൊടുത്തു. ദെൻ ടോട്ടൽ = നം. ടോട്ടൽ ഇപ്പോൾ ഓൾറെഡി 8 ആണുള്ളത്. അപ്പോൾ 8ൻ്റെ കൂടെ നമ്മൾ ഒരു 8 കൂടി ആഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ റീഡ് ചെയ്ത നമ്പർ 8 ആണ്. സോ 8 + 8 = 16 കിട്ടി.
ദെൻ ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ. ഐയുടെ വാല്യൂ 3 ആയിരുന്നു. 3 നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. സോ 3 പ്ലസ് 1 ഈക്വൽ ടു 4. വീണ്ടും നമ്മൾ ലൂപ്പിലെത്തി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 4 ആണ് ആയിട്ടുള്ളത്. സോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടീഷൻ ഈസ് ട്രൂ. എഗെയിൻ നമ്മൾ വീണ്ടും റീഡ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്പർ നമ്മൾ കൊടുത്തത് 4 ആയിരുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏത് നമ്പേഴ്സാണ് അതനുസരിച്ചായിരിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രോസസ്സിങ് നടക്കുക. ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് നം. ടോട്ടൽ ഇപ്പോൾ 16 ഉണ്ട്. 16ൻ്റെ കൂടെ എന്ത് വരും? 16 പ്ലസ് നമ്മിലെ വാല്യൂ 4 ആണ്. സോ 4 ഈക്വൽ ടു 20. ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ. ഐ 4 ആയിരുന്നു. ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായി? 4 പ്ലസ് 1 ഈക്വൽ ടു 5 ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും ലൂപ്പിലേക്ക് എത്തി. ഇപ്പോൾ എന്തായി? ഐയുടെ വാല്യൂ 5 ആണ്. സോ വൈൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മളുടെ ലൂപ്പ് ഇവിടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, പുറത്തിറങ്ങി. കാൽക്കുലേറ്റിംഗ് ദ ആവറേജ് വാല്യൂ. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ എൻ. ടോട്ടലിൽ നമുക്ക് എന്ത് കിട്ടി? സം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ 2 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 4 ആണ് ഈ 20 എന്ന് പറയുന്നത്. ഇനി ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ടോട്ടലിനെ നമ്പർ ഓഫ് നമ്പേഴ്സ്, എത്ര കൗണ്ട്, എത്ര നമ്പേഴ്സാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തത്, അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ ടോട്ടലിൽ സമ്മുണ്ട്. സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് 9 ആയിരുന്നു. സോ ടോട്ടൽ ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് കിട്ടി. എന്നിട്ട് രണ്ട് വാല്യൂസും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക. ടോട്ടൽ നമുക്ക് 20 ആണുള്ളത്. എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്തത് 4 ആയിരുന്നു. സോ 20/4 ഈക്വൽ ടു ആവറേജ് വാല്യൂ 5. ഇത് രണ്ടും ഇത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. സോ പ്രിൻറ്റ് ഫംഗ്ഷനെ വിളിച്ചു. ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്. ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്? സം ആണ് കാണേണ്ടത്. സം ഈക്വൽ ടു എന്നുള്ളത് സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഈ സമ്മിൻ്റെ വാല്യൂ എവിടെയുണ്ട്? ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. സോ കോമ ആൻഡ് ടോട്ടൽ. നെക്സ്റ്റ് വീണ്ടും നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷൻ വിളിച്ചു. അതിൻ്റെ അകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്. അതിനുള്ളിൽ എഴുതി കാണിക്കേണ്ട സ്ട്രിങ് ആവറേജ് ഈക്വൽ ടു അതാണ് ഈ കാണുന്നത്. അതിലേക്ക് എന്ത് വാല്യൂ കൊടുക്കണം? ഏതിലെ വാല്യൂ വരണം? ആവറേജ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ വരണം. അതുകൊണ്ട് കോമ സെപ്പറേറ്റ് ചെയ്ത് ആവറേജ് എന്ന് പറഞ്ഞ വേരിയബിൾ വാല്യൂ കൊടുത്തു. അപ്പോൾ ലൂപ്പിനുള്ളിൽ നമ്മൾ റീഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൂപ്പിനുള്ളിലിട്ട് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ലൂപ്പിനുള്ളിൽ നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ റീഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ ആ ലൂപ്പിലെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ എൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എൻ എത്ര നമ്മൾ കൊടുക്കുന്നോ 1 മുതൽ ആ എൻ വരെ, അതായത് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 മുതൽ 5 വരെ 5 നമ്പേഴ്സ് നമുക്ക് അവിടെ റീഡ് ചെയ്യാം. 10 ആണ് കൊടുക്കുന്നതെങ്കിൽ 10 നമ്പേഴ്സ് റീഡ് ചെയ്യാം. അപ്പോൾ എത്ര എണ്ണം വേണോ, എത്ര പ്രാവശ്യം നമുക്ക് റീഡ് ചെയ്യണോ, ആ ഒരു സാഹചര്യം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രോഗ്രാം നമ്മൾ പറയുന്നത് പ്രിന്റ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 1000 whose digit sum is divisible by 3. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ട്രാവേഴ്സ് ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെ? 100 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സ് എല്ലാം എടുക്കുക. ഈ 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കിട്ടുന്ന സമ്മ് ഡിവിസിബിൾ ബൈ 3 ആയിട്ടുള്ള ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. ലൂപ്പ് നമ്മൾ എന്തായിരിക്കണം? നമ്പേഴ്സിനെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി, അതായത് 100 മുതൽ 1000 വരെ ഉള്ളത്, 100നും 1000നും ഇടയ്ക്കുള്ള നമ്പേഴ്സിൽ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്യണം. ഇനി ഈ ലൂപ്പിനുള്ളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ സമ്മ് എടുത്ത് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കണം. ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മോഡ് 3 ചെയ്ത് നോക്കുക. നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത്ര ഉള്ളതിൽ ലോജിക്ക്. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ 100ൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ അതുകൊണ്ട് ഇനീഷ്യൽ വാല്യൂ നം ഈക്വൽ ടു 100 നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇത് എവിടെ വരെ പോകണം? 1000 വരെ പോകണം. സോ വൈൽ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. എൻ്റെ കോളം ഉണ്ടെന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്പർ നമ്മൾ കൊടുക്കുന്ന ഏതാണോ അത് എവിടെ വരെ പോവുക? 1000 വരെ പോവുക. നമ്മൾ ഇനി ഇവിടെ ഇൻപുട്ടൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. 100 മുതൽ 1000 വരെയുള്ള എല്ലാ നമ്പേഴ്സും എടുത്തത് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. നെക്സ്റ്റ് വരുമ്പോൾ എന്തായി? നമ്പർ ഇവിടെ നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 101 ആവും, പിന്നെ 102 ആവും, അങ്ങനെ 999 വരെ പോകും. ലാസ്റ്റ് 1000 വരെ ഈക്വൽ ടു 1000 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1000 വരെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. സോ 100 തുടങ്ങി 1000 വരെയുള്ള നമ്പേഴ്സിന് ഇടയ്ക്കുള്ള എല്ലാത്തിൻ്റെയും എടുത്തിട്ട് സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക. അതിനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. സോ ഫൈൻ സം ഓഫ് ഡിജിറ്റ്സ് യൂസിങ് എ ലൂപ്പ്. അപ്പോൾ ഇവിടെ നമ്പർ നമ്മൾ കിട്ടി, കണ്ടീഷൻ ട്രൂ ആണ്, എന്ത് 1000ൽ താഴെയാണെന്നുള്ള മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് നമ്മുടെ ഡിജിറ്റ്സിൻ്റെ സം കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സം ഓഫ് ഡിജിറ്റ്സ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് TMP എന്ന് എഴുതിയിരിക്കുന്നത്. സോ ടെമ്പ് ഈക്വൽ ടു നം. നമ്മിലുള്ള വാല്യൂ എന്താണോ അതിന് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കാരണം നമുക്ക് ഈ ലൂപ്പിനുള്ളിലും സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ നം എന്ന് പറഞ്ഞ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് നമ്മൾ ടെമ്പിലേക്ക് ഇട്ടിട്ട് ഈ ടെമ്പിനെ ലൂപ്പിലെടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് വേണം ഓരോ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പം നമ്മിനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലൂപ്പിന് പുറത്തിറങ്ങി കഴിയുമ്പം വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മുടെ നമ്മിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മിലെ വാല്യൂ നമ്മൾ അവിടെ തന്നെ കീപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇട്ടു. എന്നിട്ട് ലൂപ്പിനുള്ളിലെ പ്രോസസ്സിങ് നമ്മൾ ടെമ്പ് ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അതിനുവേണ്ടി എസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ വാല്യൂ 0 ആക്കി. ഇതാണ് നമ്മളുടെ ലൂപ്പ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും എടുക്കുക? 100 എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 1000 ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 100 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ നമ്പർ ഈക്വൽ ടു 100, 100 ലെസ് ആൻ ഈക്വൽ ടു 1000 കണ്ടീഷൻ ട്രൂ ആണ്. സോ ടെമ്പിൽ എന്തുണ്ട്? ടെമ്പ് ഈക്വൽ ടു 100 ഉണ്ട്. അപ്പോൾ ടെമ്പിലെ വാല്യൂ ഇനിഷ്യലി 100, നമ്മിലുള്ള വാല്യൂ എന്താണ്? അത് തന്നെ, എസ് ഈക്വൽ ടു 0 ആയി. വൈൽ ടെം ഗ്രേറ്റർ ദാൻ 0, ടെമ്പിൻ്റെ വാല്യൂ നമുക്ക് പറഞ്ഞോളൂ നമ്മൾ 100 ആണ്. 100 ഈസ് ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ഈസ് ട്രൂ. സോ ഡിജിറ്റ് ഈക്വൽ ടു ടെമ്പ് മോഡ് 10. അപ്പോൾ 100 മോഡ് 10, 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ വാല്യൂ 0 ആയിരിക്കും കിട്ടുക അല്ലേ? 100 മോഡ് 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10 ഇൻറ്റു 10 ആണ് 100, റിമൈൻഡർ വാല്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഡിജിറ്റിൽ നമുക്ക് എന്തുണ്ട്? 0 കിട്ടി. ഇനി എസ് ഈക്വൽ ടു എസ് പ്ലസ് ഡിജിറ്റ്. അപ്പോൾ സമ്മിൽ ഇപ്പോൾ ഓൾറെഡി 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 ഉണ്ട് ഓൾറെഡി. സം പ്ലസ് നമുക്കിവിടെ ഡിജിറ്റ് കിട്ടിയത് വീണ്ടും 0 തന്നെയാണ്. സോ 0 പ്ലസ് 0 ഈക്വൽ ടു 0 തന്നെ. ദെൻ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ ടെമ്പിലെ വാല്യൂ എത്രയായിരുന്നു? 100 ആണ്. സോ 100നെ ഫ്ലോർ ഡിവിഷൻ ബൈ 10. ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോർമൽ ഡിവിഷൻ ചെയ്യും. ഡിവിഷൻ ചെയ്തിട്ട് നമുക്ക് അതിന് എന്ത് കിട്ടും? നമ്മളതിനെ താഴത്തെ ലെവലിലേക്ക്, താഴത്തെ നമ്പറിലേക്ക് റൗണ്ട് ചെയ്യാണ് ചെയ്യുക. സോ 100 ഫ്ലോർ ഡിവിഷൻ ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് റൗണ്ടിങ്ങിന് ആവശ്യമൊന്നുമില്ല, 10 ആയിരിക്കും നമ്മുടെ റിസൾട്ട്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി. വൈൽ ലൂപ്പ് കഴിഞ്ഞു പ്രാവശ്യം. വീണ്ടും നമ്മളിവിടെ എത്തി. വൈൽ 10 ഗ്രേറ്റർ ദാൻ 0. ടെമ്പിലെ വാല്യൂ ഇപ്പോൾ എന്തായിട്ടുണ്ട്? 10 ആയിട്ടുണ്ട്. സോ വൈൽ 10 ഗ്രേറ്റർ ദാൻ 0. ദെൻ ഡിജിറ്റ് ഈക്വൽ ടു ടെമ്പ് മോഡ് 10. ടെമ്പിലെ വാല്യൂ 10 ആണ്. സോ 10 മോഡ് 10 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10/10 നമുക്കറിയാം, ക്വോഷ്യൻ്റ് ഈസ് 1 ആൻഡ് റിമൈൻഡർ ഈസ് 0. അഗെയിൻ നമുക്ക് 0 കിട്ടും. ഇവിടെ നമുക്ക് ശരിക്കും ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്തു. ഈ രണ്ടാമത്തെ 0 ആണ് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തത്. സോ എസ് ഈക്വൽ ടു എസ് പ്ലസ് ഡിജിറ്റ്. വീണ്ടും 0 ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടിയത് വീണ്ടും 0 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തു 0 കിട്ടി. ഈ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ബൈ 10 അല്ലെങ്കിൽ ഫ്ലോർ ഡിവിഷൻ ബൈ 10. സോ 10/10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ വിൽ ബി 1. എന്നിട്ട് വീണ്ടും നമ്മൾ ലൂപ്പിൽ പോയി. സോ വൈൽ 10 ഗ്രേറ്റർ ദാൻ 0, അതായത് ടെമ്പിലെ വാല്യൂ 1 ആണല്ലോ. സോ 1 ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ഈസ് ട്രൂ. ടെമ്പ് മോഡ് 10 എടുക്കുക, അതായത് 1 മോഡ് 10. 1 മോഡ് 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡിജിറ്റും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. ദെൻ എസ് ഈക്വൽ ടു എസ് പ്ലസ് ഡിജിറ്റ്. എസ്സിൽ ഓൾറെഡി 0 ആണ് ഉണ്ടായിരുന്നത്. 2 പ്രാവശ്യം നമ്മൾ 0 ആഡ് ചെയ്തു. മൂന്നാമത് വരുന്ന നമ്പർ ഏതാണ്? 1 ആണ്. സോ 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ ഇപ്പോൾ ടെമ്പിലെ വാല്യൂ എന്താ? നമ്മൾ 1 അല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 1 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1 ആണ് കിട്ടുക. ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ 0.1 പോയി, അപ്പോൾ 0 ആയിട്ട് മാറി. നെക്സ്റ്റ് വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈൽ 0 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഫോൾസ് ആയി പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ 100 എടുത്തു, അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1 ആണ് കിട്ടിയിരിക്കുന്നത്. 1 പ്ലസ് 0 പ്ലസ് 0. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഹൂസ് ഡിജിറ്റ് സം ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഈ കിട്ടിയ സം, അതായത് എസ്സിലുള്ള വാല്യൂ എന്താവണം? ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മളതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ മോഡ് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. ഇഫ് എസ് മോഡ് 3 ഈക്വൽ ടു 0. അപ്പോൾ എസ്സിൽ കിട്ടിയ സം എടുത്തു, മോഡ് 3 ചെയ്യുമ്പോൾ എന്താ അതിന് മീനിങ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക. ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യുക? അടുത്ത നമ്പറിലേക്ക് പോവുക. അപ്പം ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയ 1 ആണല്ലോ. 1 മോഡ് 3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 തന്നെയാണ് കിട്ടുക. സോ കണ്ടീഷൻ ട്രൂ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്പർ പ്രിൻറ്റ് ചെയ്യില്ല. നേരെ താഴെ വന്നിട്ട് എന്ത് ചെയ്തു? നം ഈക്വൽ ടു നം പ്ലസ് 1, ദാറ്റ് ഈസ് 100 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 101 ആയിട്ട് മാറി. എന്നിട്ട് വീണ്ടും എടുത്തും നമ്മുടെ വൈൽ ലൂപ്പിലെത്തും. സോ വൈൽ 101 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ടെമ്പിലേക്ക് എന്ത് വരും? വാല്യൂ 101 വരും. ഇത് വീണ്ടും ഇതേ പരിപാടികൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. ഈ ലൂപ്പിനുള്ളിൽ നമ്മൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കും. സോ 1 പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക?
2 ആണ് കിട്ടുക സമ്മ്. അപ്പോൾ എസ്സിൽ 2 ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 mod 3 എടുക്കുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അവിടെയും പ്രിൻറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് അടുത്ത നമ്പർ വരുമ്പോഴത്തേക്ക് എന്തായി, നം പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായി 102 ആയിട്ട് മാറും. 101 പ്ലസ് 1 102. 101 പ്ലസ് 1 വരുമ്പോൾ അടുത്തത് 102 ആയിട്ട് മാറും. ഇനി ഈ 102ൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ എത്തി, വൈൽ ലൂപ്പിലേക്ക് എത്തി. അപ്പോൾ ടെമ്പിലെ വാല്യൂ നമ്മിലുള്ള വാല്യൂ തന്നെ. നമ്മളിപ്പോൾ ഓൾറെഡി എന്താണ് 102 ആണല്ലോ. സോ ടെമ്പ് ഈക്വൽ ടു 102. ഇനി വൈൽ ടെം ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് 102 ഗ്രേറ്റർ ദാൻ 0 ആണ്, കണ്ടീഷൻ ഈസ് ട്രൂ. ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 102 mod 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും റിമൈൻഡർ. ഇനി എസ് ഈക്വൽ ടു എസ് പ്ലസ് ഡിജിറ്റ്. എസ്സിൽ ഇനിഷ്യലി എന്താണ് ഉണ്ടായിരുന്നത് 0 പ്ലസ് നമുക്കിപ്പോൾ കിട്ടിയ ഡിജിറ്റ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിനെ ഒഴിവാക്കി ബാക്കിയുള്ള പോർഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. സോ ടെമ്പ് ഈക്വൽ ടു ടെം ഡിവൈഡ് ബൈ 10. ഫ്ലോർ ഡിവിഷൻ ചെയ്യും, ദാറ്റ് ഈസ് 102 ഫ്ലോർ ഡിവിഷൻ ബൈ 10. നമുക്ക് എന്ത് കിട്ടും, നോർമലി നമുക്ക് കിട്ടുക 10.2 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ പോയിന്റ് നമ്മൾ ഒഴിവാക്കി നമ്മൾ അതിനെ 10ലേക്ക് റൗണ്ട് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മുടെ ലൂപ്പിലെത്തി. സോ വൈൽ ടെം, അതിപ്പോൾ 10 ടെമ്പിലെ വാല്യൂ എന്താണ് 10 ആണ്. സോ 10 ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് അഗെയിൻ 10 mod 10 എടുക്കുക. എന്നിട്ട് 10 mod 10 എടുക്കുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആ കിട്ടിയ ഡിജിറ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എസ് ഈക്വൽ ടു എസ് പ്ലസ് ഡിജിറ്റ്. എസ്സിൽ ഓൾറെഡി ഇപ്പോൾ എന്തുണ്ട് 2 ഉണ്ട്. 2ൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ കിട്ടിയ 0 ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ ടെം ഈക്വൽ ടു ടെം ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ എന്തായി, ടെമ്പിലുള്ള വാല്യൂ 10 ആയിരുന്നു. സോ 10 ഫ്ലോർ ഡിവിഷൻ ബൈ 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 1 കിട്ടും. വീണ്ടും നമ്മൾ ലൂപ്പിലെത്തി. സോ വൈൽ 1 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഈസ് ട്രൂ. സോ 1 mod 10 ആണ് നെക്സ്റ്റ് എടുക്കേണ്ടത്. 1 mod 10 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 mod 10 ഈക്വൽ ടു നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. സോ എസ് ഈക്വൽ ടു എസ് പ്ലസ് ഡിജിറ്റ്. എസ്സിൽ ഇപ്പോൾ ഓൾറെഡി 2 പ്ലസ് 0 2 ആണ്. അപ്പോൾ എസ്സിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നത് എന്താണ് 2 ആണ്. സോ 2ൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യും, ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഡിജിറ്റ് അതായത് 1 കൂടി ആഡ് ചെയ്യും. 2 പ്ലസ് 1 ഈക്വൽ ടു 3. ദെൻ ടെം ഈക്വൽ ടു ടെം ബൈ 10. അപ്പോൾ 1 ഫ്ലോർ ഡിവിഷൻ ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 0.1 കിട്ടും. 0.1 നമ്മൾ ഒഴിവാക്കുന്നു ബിക്കോസ് ഓഫ് ഫ്ലോർ ഡിവിഷൻ. എന്നിട്ട് വീണ്ടും നമ്മൾ ലൂപ്പിലെത്തി നോക്കുമ്പോൾ വൈൽ 0 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മ് കിട്ടിയിട്ടുള്ളത് 3 ആണ്. നമ്മൾ പുറത്തിറങ്ങി എന്ത് ചെയ്തു, ഈ എസ് mod 3 ഈക്വൽ ടു 0. അപ്പോൾ 3 mod 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ വാല്യൂ 0 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് നം. ഇപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം, 102 എന്ന് പറഞ്ഞാൽ നമ്മിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കീപ്പ് ചെയ്ത വാല്യൂ എന്താണോ ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 103 ആയി. വീണ്ടും ഈ പരിപാടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. കുറേ അധികം നമ്പേഴ്സ് ഉണ്ട് ഡിവിസിബിൾ ബൈ 3 ആയിട്ട്. നമ്മുടെ ഫസ്റ്റ് വാല്യൂ നമുക്കിവിടെ കിട്ടി 102. ഈ 105 ഉണ്ട്, 108 ഉണ്ട്. ഇങ്ങനെ ഇത് മുഴുവൻ എന്തുകൊണ്ടാണ്, ഇതിൻ്റെയൊക്കെ നമ്മൾ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ ദാറ്റ് ഈസ് ട്രൂ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ചധികം നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഒന്നും ഇങ്ങോട്ടേക്ക് കൊടുത്തില്ല, പകരം നമ്മൾ പ്രോഗ്രാമിൽ തന്നെ ഹാർഡ് കോഡ് ചെയ്ത് കുറച്ച് വാല്യൂസ്, എന്തൊക്കെ ഈ 100നും 1000നും ഇടയ്ക്കുള്ള വാല്യൂസ് വേണം നമുക്ക് എടുക്കാൻ. ഇനി ഈ വാല്യൂസിൽ തന്നെ നമ്മൾ ആദ്യം സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം. ഈ സം ഓഫ് ഡിജിറ്റ്സിൽ തന്നെ ഡിവിസിബിൾ ബൈ 3 ആയിട്ടുള്ളതിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടിയത്.